ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗുരു സൂചിപ്പിച്ച ഈ രോഗം, ഭയം, ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണം. അപ്പോൾ ഇവിടെ ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ പറഞ്ഞു തന്ന ആ പരമ്പൊരുൾ അല്ലെങ്കിൽ സാക്ഷാത്കാരം ലഭിച്ച ആ മഹാത്മാവ്, ഈ ഉപദേഷ്ടാവ്, ഇത് ഉപദേശിക്കുന്നത് ശരിക്കും സത്യത്തിൽ എന്താണ്? സാക്ഷാത്കാരം നേടിയ ഒരു ഗുരുവാണ്. അതുകൊണ്ട് ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും, ഇപ്പം നമ്മളുടെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും, ഇപ്പോൾ ഉറക്കമെന്ന് പറയുന്നത് അവിടെ സ്വപ്നത്തെക്കുറിച്ചാണ്, ജാഗ്രതയും സ്വപ്നവും. കാരണം ഗാഠനിദ്രയിൽ ആർക്കും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അവിടെ മനസ്സില്ല. മനസ്സുള്ളത് സ്വപ്നത്തിലും ജാഗ്രതത്തിലും മാത്രമാണ്. ഇപ്പോൾ ചിലർ പറയും ഗാഠനിദ്ര എന്ന് പറയുന്നത് മായ കൊണ്ടുള്ളൊരു ആവരണമാണ്. അല്ല, അത് നമ്മുടെ ഉപനിഷത്ത് തത്വമസി ഉപദേശിക്കുന്ന ഛാന്തോക്യ ഉപനിഷത്തിൻ്റെ തത്വമസി പ്രകരണത്തിൽ കൃത്യമായിട്ട് ബ്രഹ്മവിദ്യ ഈ ഗാഠനിദ്രയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഗാഠനിദ്ര എന്ന് പറയുന്നത് അവിടെ ദൃശ്യമില്ലാത്ത ദൃക്ക് മാത്രമായി നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജാഗ്രതത്തിലും സ്വപ്നത്തിലുമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ഈ അറിവ് എപ്പോഴും ഉണ്ടാകണം. അതാണ് ഇവിടെ പ്രധാനം. അതൊരു മനനം ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഗുരു ഇവിടെ ലളിതമായിട്ടുള്ള ഒരു പ്രാർത്ഥന പോലെ ഇത് എഴുതി തരുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ആഴത്തിലുള്ള അറിവൊന്നുണ്ട്. കാരണം ഇത്രയും ശുദ്ധമായിട്ടുള്ള വേദാന്തത്തെ ഏറ്റവും ലളിതമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച്, സാധാരണക്കാരൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് ഒക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക്, ആ വാക്കിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകണ്ടേ? അത് പറ്റുന്നില്ല. അതിനുള്ള ഒരു ധൈര്യം നമുക്കില്ല. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ നമ്മുടെ ശരീരബോധം വിട്ടിട്ട് ഈ വ്യവഹാരത്തിൽ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെ, ആ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിന് ഒക്കെ എപ്പോഴും ഈ അറിവിനെ എപ്പോഴും ജാഗ്രതത്തിലും സ്വപ്നത്തിലും എനിക്ക് മറന്നു പോകാതിരിക്കണം. കാരണം ഇത് ഈ ഓർമ്മക്കുറവാണ്, എൻ്റെ സ്വരൂപ വിസ്മൃതിയാണ് എൻ്റെ ദുഃഖത്തിന് കാരണമെന്ന് വേറൊരു സന്ദർഭത്തിൽ മഹർഷി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു മഹർഷിയുടെ വിഷയം മാത്രമല്ല, ആരൊക്കെയാണോ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്, ടെൻഷൻ ഉണ്ടാകുന്നത്, അതിന് കാരണം എന്താണ്? ശരിക്കും എൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള വിസ്മൃതി, ശരിക്കുള്ള അതിനെക്കുറിച്ചുള്ള ഓർമ്മയില്ലായ്മയാണ്. അപ്പോൾ എല്ലാവരും ഈ പരമ്പൊരുൾ തന്നെയാണ്, ആരും ഇതല്ലാത്തതില്ല എന്നൊക്കെ ജ്ഞാനികളായിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള മഹാത്മാക്കൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു ചെറിയ പ്രയത്നമെങ്കിലും ചെയ്യണ്ടേ? പ്രയത്നം ചെയ്യാതെ എനിക്കിത് പറ്റത്തില്ല, ഞാൻ അത്രയൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സ് കണ്ടെത്തുന്ന പല തന്ത്രങ്ങളിലും പെട്ട് നമ്മുടെ ലൈഫ് അവിടെ സ്പോയിലാവാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കണം. അപ്പോൾ എപ്പോഴും ഈ ജാഗ്രതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും ഇതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള വിചിന്തനം, അനലൈസേഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു സാക്ഷാത്കാരം ഉണ്ടാകണം.
മുൻപ് ഈ വഴിക്ക് ഉള്ളവർക്കെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു എളുപ്പക്രിയയിലൂടെ നടക്കില്ല എന്ന് മാത്രം. അതിനുവേണ്ടി നമ്മുടെ ക്ഷമ, തിദിക്ഷ, ശ്രദ്ധ ഇങ്ങനെയുള്ള ഗുണങ്ങളെ നമ്മൾ കൂട്ടി നമുക്കെടുക്കേണ്ടതായിട്ടുണ്ട്, നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ക്ഷമയില്ലാത്തത് കൊണ്ട് പലപ്പോഴും അതിനാരും ശ്രമിക്കാറില്ല. ഇപ്പോൾ ശ്രദ്ധ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പ്രലോഭനങ്ങൾ അതിഭയങ്കരമാണ്. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. എപ്പോഴും നമ്മളെ മയക്കി ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഗുരു പറയുന്നത്, ഇങ്ങനെ ഈ ജാഗ്രതത്തിലും സ്വപ്നത്തിലും എപ്പോഴും ഇടതടവില്ലാതെ എനിക്ക് അങ്ങയെ ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ സാധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ധ്യാനം അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് ഏത് രൂപത്തിലായിരിക്കണം എന്നുകൂടി ഗുരു ഇവിടെ വിശദീകരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ നമ്മൾക്ക് പോകണം. അതിന് ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം.